Hi students, welcome to the online classes. Chapter start ചെയ്യാം. Are you ready? Okay? അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് that is equilibrium. Equilibrium. എന്താ മക്കളെ equilibrium എന്ന് പറഞ്ഞാൽ? What is equilibrium? Equilibrium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a state of a process. It is a state of a process in which temperature, pressure, concentration, etc. remain സെയിം വിത്ത് ദി പാസേജ് ഓഫ് ടൈം. അതായത് സമയം മാറുന്നതിനനുസരിച്ചിട്ടും അതായത് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ തുടങ്ങിയൊക്കെ ഒരു മാറ്റമില്ലാതെ നിലനിൽക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് ഇക്വിലിബ്രിയം എന്നാണ് പറയുക. ഇക്വിലിബ്രിയം ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് എ പ്രോസസ് in which properties such as temperature, pressure, concentration remain same with the passage of time. ടൈം മാറുമ്പോഴും പ്രോപ്പർട്ടികളായിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ ഒന്നും മാറ്റമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഇക്വിലിബ്രിയം എന്നാണ് പറയുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഞാൻ എൻ്റെ ചാപ്റ്ററിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന നമ്മുടെ ഈ 7ാമത്തെ ചാപ്റ്റർ 3 തരത്തിലുള്ള ഇക്വിലിബ്രിയത്തെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. എത്ര തരത്തിലുള്ള ഇക്വിലിബ്രിയത്തെ കുറിച്ച് പറയുന്നുണ്ട്? 3 തരത്തിലുള്ള ഇക്വിലിബ്രിയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അത് കെമിക്കൽ ഇക്വിലിബ്രിയമാണ്. രണ്ടാമത്തത് ഫിസിക്കൽ ഇക്വിലിബ്രിയമാണ്. മൂന്നാമത്തത് അയോണിക് ഇക്വിലിബ്രിയമാണ്. ഏതൊക്കെ തരത്തിലുള്ള ഇക്വിലിബ്രിയം ഉണ്ട്? 3 തരത്തിലുള്ള ഇക്വിലിബ്രിയത്തെ കുറിച്ചിട്ട് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ദാറ്റ് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം, 2 ഫിസിക്കൽ ഇക്വിലിബ്രിയം, മൂന്നാമത്തെ ദാറ്റ് ഈസ് അയോണിക് ഇക്വിലിബ്രിയമാണ്. അപ്പോൾ ഞാൻ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്ഷനുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ആ സെക്ഷനുകൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എന്നോടൊപ്പം തന്നെ നിങ്ങളുടെ നോട്ടിനകത്തേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഓരോ ടോപ്പിക്കുകളും നമുക്ക് എടുത്തു തുടങ്ങാം. ആർ യു റെഡി? ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ചാപ്റ്ററിന് ഞാൻ 3 സെക്ഷനുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ നമ്പർ 1 അത് കെമിക്കൽ ഇക്വിലിബ്രിയമാണ്. സെക്ഷൻ നമ്പർ 2 അത് ഫിസിക്കൽ ഇക്വിലിബ്രിയമാണ്. സെക്ഷൻ നമ്പർ 3 അത് അയോണിക് ഇക്വിലിബ്രിയമാണ്. അപ്പോൾ ചാപ്റ്റർ 3 സെക്ഷനുകളാണ് എങ്കിലും പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ആ സെക്ഷന് അകത്തുകൂടെ നമുക്ക് പഠിച്ചു പോകാനുണ്ട്. അതിലെ സെക്ഷനുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ നമ്പർ 1. ഇപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ സെക്ഷൻ എഴുതുക. സെക്ഷൻ പഠിച്ചാൽ തന്നെ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഞാൻ എഴുതുന്ന പോലെ തന്നെ വൃത്തിയായിട്ട് എഴുതിക്കൊള്ളുക. സെക്ഷൻ നമ്പർ 1. ഓക്കെ. സെക്ഷൻ നമ്പർ 1. സെക്ഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ സെക്ഷൻ നമ്പർ 1ൻ്റെ പേര് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. സെക്ഷൻ നമ്പർ 1 നമ്മുടെ ആദ്യത്തെ ഇക്വിലിബ്രിയം ആയിട്ടുള്ള കെമിക്കൽ ഇക്വിലിബ്രിയമാണ്. സെക്ഷൻ നമ്പർ 1 കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം 3 സെക്ഷൻ, 3 ഇക്വിലിബ്രിയത്തെയാണ് 3 സെക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ നമ്പർ 1 കെമിക്കൽ ഇക്വിലിബ്രിയം പറയും. സെക്ഷൻ നമ്പർ 2 ഫിസിക്കൽ ഇക്വിലിബ്രിയം പറയും. സെക്ഷൻ നമ്പർ 3 അയോണിക് ഇക്വിലിബ്രിയം പറയും. ഓക്കെ. സെക്ഷൻ നമ്പർ 1 ദാറ്റ് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് ഞാൻ നിങ്ങളെ 6 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ സെക്ഷൻ നമ്പർ 1-നകത്തൂടെ പഠിപ്പിക്കാൻ പോകുന്നത്. എത്ര കാര്യങ്ങൾ? 6 കാര്യങ്ങൾ. എൻ്റെ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ, എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. ഫസ്റ്റ് പോയിന്റ് ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ, ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് ആദ്യത്തെ പോയിന്റ് ദാറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ. ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ. റെഡി? ആദ്യത്തെ പോയിന്റ് ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അത് നമ്മളിവിടെ പറയും. എന്താണ് സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഞാൻ ഇക്വിലിബ്രിയത്തിന് ഷോർട്ടാക്കിയിട്ട് EQM എന്നാണ് പറയാം. നമ്മൾ ഇക്വിലിബ്രിയത്തെ അങ്ങനെ ഈ വലുതായി എഴുതുന്നതിന് പകരം ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നതാണ് EQM, സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ. ഈ 3 കാര്യങ്ങളെല്ലാം ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമാണ്. എൻട്രൻസുകൾക്കായാലും ബോർഡ് എക്സാമുകൾക്കായാലും ഈ ഭാഗത്ത് നിന്ന് അങ്ങനെ ചോദ്യത്തിനുള്ള സാധ്യതയൊന്നുമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകൾ. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 3 കാര്യങ്ങൾ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റും അത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത്. അതാണ് 4ാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വളരെ പ്രധാനപ്പെട്ട ഒരു ലോയാണ്. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് മാസ് ആക്ഷൻ.
നാലാമത്തെ പോയിന്റ് എന്താ? ലോ ഓഫ് മാസ് ആക്ഷൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ലോ ഓഫ് മാസ് ആക്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദയർ ക്യാരക്ടറിസ്റ്റിക്സ്. ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം. ഇതാണ് നമ്മുടെ സെക്ഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. സെക്ഷൻ നമ്പർ 1-നകത്ത് 6 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഈ അഞ്ചാമത്തെയും ആറാമത്തെയും ടോപ്പിക്കുകളാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ബോർഡ് എക്സാമുകൾക്ക് ചോദ്യം ഉണ്ടാവും, എൻട്രൻസ് എക്സാമുകൾക്ക് ചോദ്യം ഉണ്ടാവും. ഇത് ചോദിക്കാതെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നൊരു ഭാഗം കടന്നു പോകില്ല. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന പാർട്ടിൽ നിന്നാവാം, അതല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇക്വിലിബ്രിയത്തിലാവും. ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ അത് എൻ്റെ അഞ്ചാമത്തെയും ആറാമത്തെയും പോയിന്റുകളാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് സാർ എത്ര ടോപ്പിക്കുകൾ പഠിപ്പിക്കുന്നു മനസ്സിലായി, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് മനസ്സിലായി. ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും നിങ്ങൾ എവിടെ നോക്കിയാൽ മനസ്സിലാവും? എൻ്റെ ഈ സെക്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ 3 സെക്ഷനുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്വിലിബ്രിയമാണ്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് 6 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാട്ടെ? ഒന്ന് ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ, സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, ലോ ഓഫ് മാസ് ആക്ഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് ഇനി കിടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കാം. സെക്ഷൻ നമ്പർ 2. സെക്ഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ സെക്ഷൻ നമ്പർ 1 കെമിക്കൽ ഇക്വിലിബ്രിയം ആയിരുന്നെങ്കിൽ സെക്ഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. സെക്ഷൻ നമ്പർ 2 ദാറ്റ് ഈസ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഏതാണ്? ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഈ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് എക്സാമിന് ചോദ്യങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. ഫിസിക്കൽ ഇക്വിലിബ്രിയം നിങ്ങൾക്കറിയാം, 1 സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ആണ്, 2 ലിക്വിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം ആണ്, 3 സോളിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം. അതിനെ 3നെ കുറിച്ച് നമ്മൾ കുറച്ചൊന്നും ചെറുതായിട്ട് പറയും. പക്ഷേ എക്സാമിനുള്ള ചോദ്യങ്ങൾക്കുള്ള സാധ്യതകളൊന്നുമില്ല. എൻട്രൻസുകൾക്കും അങ്ങനെ ചോദ്യം ചോദിക്കാറില്ല, ബോർഡ് എക്സാമുകൾക്കും ചോദിക്കാറില്ല. എങ്കിലും നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഉള്ളതുകൊണ്ട് നമ്മളതോടെ ഡിസ്കസ് ചെയ്തു പോകും. ഒന്നാമത്താണ് ദാറ്റ് ഈസ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം, സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. രണ്ടാമത്താണ് ദാറ്റ് ഈസ് ലിക്വിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം, ലിക്വിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം. മൂന്നാമത്തേന് വിളിക്കുന്ന പേരാണ്. മൂന്നാമത്താണ് ദാറ്റ് ഈസ് സോളിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഫിസിക്കൽ ഇക്വിലിബ്രിയം 3 തരത്തിലുണ്ട്. 1 സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം, ലിക്വിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം, 3 സോളിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം. ആർ യു ഓക്കെ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ തരത്തിലുള്ള ഇക്വിലിബ്രിയത്തിലേക്ക് പോവാണ്. ഇതിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നും ആനിക് ഇക്വിലിബ്രിയത്തിൽ നിന്നും. ഫിസിക്കലിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങളൊന്നും വന്ന് കാണാറില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയത്തിലേക്ക് പോവാണ്. ദ തേർഡ് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം. അതിനെ വിളിക്കുന്ന പേരാണ് അയോണിക് ഇക്വിലിബ്രിയം എന്നാണ് വിളിക്കുന്നത്. വിളിക്കാം അയോണിക് ഇക്വിലിബ്രിയം. അപ്പോൾ എല്ലാവരും ഹെഡിങ് ഇരിക്കുള്ള അയോണിക് ഇക്വിലിബ്രിയം. ഇതിൽ ഏറ്റവും വലിപ്പമുള്ള ഇക്വിലിബ്രിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അയോണിക് ഇക്വിലിബ്രിയം തന്നെയാണ്. വലിപ്പമുള്ള ഒരു തരം ഇക്വിലിബ്രിയമാണ്. എൻട്രൻസുകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളൊരു ഭാഗം കൂടിയാണ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നുണ്ടാവും. പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല ശ്രദ്ധയോടുകൂടി കേട്ടാൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഏത് ചോദ്യത്തിന് നിങ്ങൾക്ക് ബോർഡ് എക്സാമുകൾക്ക് പെർഫോം ചെയ്യാം, എൻട്രൻസുകൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ ഭാഗത്തെ ഞാൻ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് 4 പാർട്ടുകളാക്കിയിട്ട് മാറ്റുകയാണ്. കാരണം അതിന് ചില കാരണങ്ങളുണ്ട്, നമ്മൾ ശേഷം പറയും. ഈ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ സെക്ഷൻ നമ്പർ 3 തന്നെ ഞാൻ 4 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. എൻ്റെ ആദ്യത്താണ് ദാറ്റ് ഈസ് പാർട്ട് 1. യെസ്, 4 പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പാർട്ട് 1-നകത്ത് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ആണ്. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇലക്ട്രോലൈറ്റ് ആണ് ഫസ്റ്റ് പോയിന്റ്. ഇലക്ട്രോലൈറ്റ് 2 തരത്തിലുണ്ട്. ഒന്നാമത്തെ ഇലക്ട്രോലൈറ്റിനെ വിളിക്കുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്.
രണ്ടാമത്തേന് വിളിക്കുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നാണ്. വീക്ക് ഇലക്ട്രോലൈറ്റ്. റെഡി? അതായത് സെക്ഷൻ നമ്പർ 3 അയോണിക് ഇക്വിലിബ്രിയത്തെ 4 പാർട്ടുകളായി ഡിവൈഡ് ചെയ്തു. അതിൽ പാർട്ട് 1 ആദ്യത്തെ പോയിന്റ് ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആൽഫ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഡിനോട്ട് ചെയ്യുക. തേർഡ് പോയിന്റ്, ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ബോർഡ് എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എൻട്രൻസിന് ആവശ്യമാണ്. ദാറ്റ് ഈസ് ഇതിനെ വിളിക്കുന്നവരാണ് കോമൺ അയോൺ എഫക്റ്റ് എന്നാണ് വിളിക്കാം. കോമൺ അയോൺ എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, അതായത് സെക്ഷൻ നമ്പർ 3 പാർട്ട് 1 എത്ര ടോപ്പിക് ഉണ്ട്? 3 ടോപ്പിക്. ഒന്നാമത്തെ ഇലക്ട്രോലൈറ്റ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൻഡ് കോമൺ അയോൺ എഫക്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമ്മൾ പാർട്ട് 2ലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. പാർട്ട് 2 ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ കൊല്ലവും ബോർഡ് എക്സാമുകൾക്ക് ചോദിക്കുന്ന 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എൻട്രൻസുകൾക്ക് കഴിഞ്ഞ മുമ്പത്തെ വർഷം ചോദിച്ചിട്ടുണ്ട്. എല്ലാ അധിക വർഷങ്ങളിലും മാറി മാറി ചോദിക്കുന്ന ഒരു ഭാഗമാണ് പാർട്ട് 2. ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ ഞാൻ അതിനകത്ത് പറയുള്ളൂ. ദ ടോപ്പിക് ദാറ്റ് ഈസ് സോലുബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് എന്നാണ്. സോലുബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് എന്നാണ്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ്. ഇതിന് ഡിനോട്ട് ചെയ്യുന്നത് KSP എന്നാണ് ഡിനോട്ട് ചെയ്യുക. KSP സോലബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ്. അത്ര പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതായത് ഇത് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ബോർഡുകൾക്ക് സ്കോർ ചെയ്യാം. എൻട്രൻസുകൾക്കാണെങ്കിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇത് IITക്കും നീറ്റിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് അതും സ്കോർ ചെയ്യാൻ പറ്റും. അത്ര പ്രധാനമുള്ളൊരു ടോപ്പിക്കാണ് ദാറ്റ് ഈസ് പാർട്ട് 2. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒറ്റയ്ക്ക് മാത്രമായിട്ടൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് ദാറ്റ് ഈസ് പാർട്ട് 3 ആണ്. പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് എന്താണ്? ആസിഡ്സ് ആൻഡ് ബേസ്. ആസിഡ് ബേസ് കോൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ്സ് ആൻഡ് ബേസിനകത്ത് നമ്മൾ എത്ര കോൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട് അറിയോ? 4 കോൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ കോൺസെപ്റ്റിൻ്റെ പേര് അറീനിയസ് കോൺസെപ്റ്റ് എന്നാണ്. എന്താ പേര്? അറീനിയസ് കോൺസെപ്റ്റ്. അറീനിയസ് കോൺസെപ്റ്റ്. പാർട്ട് 3 ആദ്യത്തെ കോൺസെപ്റ്റിൻ്റെ പേരെന്താ? അറീനിയസ് കോൺസെപ്റ്റ്. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് ആണ്. ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്. മൂന്നാമത്തേൻ്റെ പേരാണ് കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ. കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ. നാലാമത്തെ കോൺസെപ്റ്റിൻ്റെ പേരാണ് ദാറ്റ് ഈസ് ലൂവിസ് കോൺസെപ്റ്റ്. 4 കോൺസെപ്റ്റുകൾ പഠിക്കണം. 1 അറീനിയസ് കോൺസെപ്റ്റ്, 2 ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്, 3 കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ, 4ാമത്തേൻ്റെ പേരാണ് ലൂവിസ് കോൺസെപ്റ്റ് എന്ന് പറയാം. പാർട്ട് 1 ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇതിൽ കോമൺ അയോൺ എഫക്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക് ദാറ്റ് ഈസ് കോമൺ അയോൺ എഫക്ട്. രണ്ടാമത്തെ പാർട്ട് അത്ര പ്രധാനപ്പെട്ടതാണ്. ദാറ്റ് ഈസ് സോലുബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റന്റ്. തേർഡ് ആസിഡ്സ് ആൻഡ് ബേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. ദാറ്റ് ഈസ് ആസിഡ്സ് ആൻഡ് ബേസസ്. അതിനകത്ത് ഏത് കോൺസെപ്റ്റിനും ചോദിക്കാം. അറീനിയസ് കോൺസെപ്റ്റ്, ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്, കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ, ലൂയിസ് കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരുവിധം ടോപ്പിക്കുകളെല്ലാം പ്രധാനമാണ്. ഇനി അവസാനത്തെ പാർട്ടിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് പാർട്ട് 4. ഓക്കെ, ദാറ്റ് ഈസ് പാർട്ട് 4. പാർട്ട് 4-നകത്ത് നമ്മൾ 3 ടോപ്പിക്കുകൾ പഠിക്കും. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ ആണ്. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ദാറ്റ് ഈസ് കോൾഡ് pH ഓഫ് എ സൊല്യൂഷൻ. pH ഓഫ് എ സൊല്യൂഷൻ അത്ര പ്രധാനമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. pH എല്ലാ കൊല്ലവും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് pH ഓഫ് എ സൊല്യൂഷൻ. ആൻഡ് തേർഡ് ടോപ്പിക് ദാറ്റ് ഈസ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം പറഞ്ഞ അധിക ടോപ്പിക്കുകളുടെ സൈഡിലും ഞാൻ വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് കാണിക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക്കിൻ്റെ പേരാണ് ദാറ്റ് ഈസ് ബഫർ സൊല്യൂഷൻ. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ അയണിക് ഇക്വിലിബ്രിയത്തിനകത്ത് പഠിക്കാനുള്ളത്. ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ടാവും, നിങ്ങളുടെ ഈ ഫസ്റ്റ് ഇയർ കെമിസ്ട്രിക്കകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിനെങ്ങനെയാണോ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് പോകുന്നത്, ആദ്യം ഞാൻ ഈ ടോപ്പിക്സ് എല്ലാം കാണിച്ചു തരാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നൊരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഏതൊക്കെ ഏരിയകളാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്ന് ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഓവറോൾ വ്യൂ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം വളരെ വളരെ എളുപ്പകരമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് സെക്ഷനുകളൊന്നും മുഴുവനായിട്ട് പറഞ്ഞു നോക്കിയതിന് ശേഷം നമുക്ക് സെക്ഷൻ നമ്പർ 1 ചെയ്തും നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് നമ്മൾ എടുത്ത് പഠിക്കും. ഇക്വിലിബ്രിയത്തെ 3 സെക്ഷനുകളാക്കി. ആദ്യം കെമിക്കൽ ഇക്വിലിബ്രിയം, ദെൻ ഫിസിക്കൽ ഇക്വിലിബ്രിയം, ദെൻ അയണിക് ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് 6 കാര്യങ്ങൾ. ഒന്നാമത്തെ ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ, സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, ലോ ഓഫ് മാസ് ആക്ഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇക്വിലിബ്രിയം. അതിൽ അവസാനത്തെ 2 ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ നമ്പർ 2 ദാറ്റ് ഈസ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. അതിനകത്ത് 3 സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം, ലിക്വിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം, ഗ്യാസ് സോളിഡ് ഇക്വിലിബ്രിയം. ഈസ് ഇറ്റ് ക്ലിയർ? സെക്ഷൻ നമ്പർ 3 ദാറ്റ് ഈസ് അയണിക് ഇക്വിലിബ്രിയം. അതിനെ 4 പാർട്ടായിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തു. പാർട്ട് 1 ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, കോമൺ അയോൺ എഫക്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പാർട്ട് 2 ദാറ്റ് ഈസ് സോളുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് 3 ആസിഡ്സ് ആൻഡ് ബേസസ്, അറീനിയസ് കോൺസെപ്റ്റ്, ലോറി ബ്രോൺസൺ കോൺസെപ്റ്റ്, കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ ആൻഡ് ലൂയിസ് കോൺസെപ്റ്റ്. അടുത്ത പാർട്ട് 4 അതിനകത്ത് അയഡിൻ പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ, pH ഓഫ് എ സൊല്യൂഷൻ ആൻഡ് ബഫർ സൊല്യൂഷൻ. pHും ബഫറും വളരെ പ്രധാനമാണ്, എൻട്രൻസുകൾക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ സെക്ഷനിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. സെക്ഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഏതാ? ദാറ്റ് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ എല്ലാവരും ഹെഡിങ് എത്തിക്കോളൂ. സെക്ഷൻ നമ്പർ 1 ദാറ്റ് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് നമുക്കറിയാം ടോട്ടൽ 6 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ, 2 ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ, സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, ലോ ഓഫ് മാസ് ആക്ഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യത്തിലേക്കാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ എന്താ? ദാറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ ആദ്യം ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന് അറിയണം, പിന്നെ നമുക്ക് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ്. മക്കൾ ആ പേരിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ അവ എന്തല്ല, റിവേഴ്സിബിൾ അല്ല എന്നാണ്. അപ്പോൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിയാക്ഷൻ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ നടക്കുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണിത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ് പറയുക. വാട്ട് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ? റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണിത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ അത് ഏത് ഡയറക്ഷനിലായിരിക്കും? അത് ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷനുകളെയാണ് എന്ത് വിളിക്കുക? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ വരിക. അപ്പോൾ എനിക്കിങ്ങനെ പറയാം, reaction which proceed only in one direction, that is അത് ഏത് ഡയറക്ഷൻ ആയിരിക്കും? ദാറ്റ് ഈസ് ഫോർവേഡ് ഡയറക്ഷൻ ഓൺലി. അത് ഏത് ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്നവരാണെന്ത്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ ഓൺലി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് സാധാരണ നടക്കുന്നത് ഓപ്പൺ കണ്ടെയ്നേഴ്സിലായിരിക്കും. റിയാക്ഷൻ വിച്ച് ക്യാരീഡ് ഔട്ട് ഇൻ എ ഓപ്പൺ കണ്ടെയ്നേഴ്സ്, അതാണ് ഇത് രണ്ടാമത്തെ പോയിന്റ്. റിയാക്ഷൻ വിച്ച് carried out in a open containers. റിയാക്ഷൻ നടക്കുന്നത് ഏത് കണ്ടെയ്നറിലായിരിക്കും മക്കളെ? ഓപ്പൺ കണ്ടെയ്നേഴ്സുകളിലാണ് ഏത് റിയാക്ഷൻ നടക്കുക? സാധാരണ
ഇറിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ കണ്ടെയ്നേഴ്സിൽ നടക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരൊറ്റ ഡയറക്ഷനിൽ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് അറ്റൈൻ ചെയ്യില്ല, അവിടെ ഇക്വിലിബ്രിയം ഒരിക്കലും എന്ത് ചെയ്യില്ല, അറ്റൈൻ ചെയ്യപ്പെടുകയില്ല എന്നുള്ളതാണ്. ദേ ഡു നോട്ട് അറ്റൈൻ ഇക്വിലിബ്രിയം, ദേ ഡു നോട്ട് അറ്റൈൻ ഇക്വിലിബ്രിയം. 3 പോയിന്റുകൾ പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ ഓൺലി. റിയാക്ഷൻ വിച്ച് ക്യാരിഡ് ഔട്ട് ഇൻ എ ഓപ്പൺ കണ്ടെയ്നേഴ്സ്, ദേ ഡു നോട്ട് അറ്റൈൻ ഇക്വിലിബ്രിയം. ഈസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എൻ്റെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പോവാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷന്. ദാറ്റ് ഈസ് ബേരിയം ക്ലോറൈഡ്, BaCl2 എന്ന് പറഞ്ഞാൽ ബേരിയം ക്ലോറൈഡ്. ആ ബേരിയം ക്ലോറൈഡിലേക്ക് ഞാൻ ആരെ ചേർക്കുകയാണ്? സോഡിയം സൾഫേറ്റിനെ ട്രീറ്റ് ചെയ്യാം. ആരെ ട്രീറ്റ് ചെയ്യുക? സോഡിയം സൾഫേറ്റിനെ ട്രീറ്റ് ചെയ്ത് ഞാൻ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബേരിയവും സൾഫേറ്റും കൂടി, ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറിനും കൂടി സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബേരിയം സൾഫേറ്റും ഉണ്ടാവും, കൂടെ സോഡിയം ക്ലോറൈഡും കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും കൂടി ചേർന്ന് ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് രണ്ടും കൂടി ചേർന്ന് തിരിച്ച് ഈ രണ്ടുപേരും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമല്ലേ നടക്കുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. വാട്ട് ഈസ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ? റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ ഓൺലി. റിയാക്ഷൻ വിച്ച് കാരീഡ് ഔട്ട് ഇൻ എ ഓപ്പൺ കണ്ടെയ്നേഴ്സ്, ദേ ഡു നോട്ട് അറ്റൈൻ ഇക്വിലിബ്രിയം. പിന്നെ അടുത്തായിട്ട് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഈസ് ഇറ്റ് ക്ലിയർ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എന്തായിരിക്കും? റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കും. നേരൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ ഒരു ഡയറക്ഷനിലാണെങ്കിൽ റിവേഴ്സിബിൾ ആകുമ്പോൾ ഇവിടെ 2 ഡയറക്ഷനിൽ നടക്കും. ഇവിടെ ഫോർവേഡ് മാത്രമാണെങ്കിൽ ഇവിടെ ഫോർവേഡും ബാക്ക്വേർഡും ഉണ്ടാവും. അതാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ ആദ്യത്തെ പോയിന്റ്. ഇറിവേഴ്സിബിൾ ഓപ്പൺ കണ്ടെയ്നേഴ്സിലാണെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്നത് ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിലായിരിക്കും. ഇവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഈ റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഇക്വിലിബ്രിയം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അറ്റൈൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ റിവേഴ്സിബിൾ റിയാക്ഷൻസ് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, റിവേഴ്സിബിൾ റിയാക്ഷൻസിനകത്താണ് ഏത് അറ്റൈൻ ചെയ്യപ്പെടുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമ്മൾ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഏത് റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ്? പറ. നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹെഡിങ് ചെയ്ത് രണ്ടാമത്തായിട്ട് റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താ മക്കളെ? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ. എന്താ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് ഇൻ both direction, that is both direction ഏതൊക്കെയാ? that is forward and backward direction. Is it clear? ഒന്നാമത്തെ എന്താ? റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ, that is forward and backward reaction. നേരത്തെ നമ്മൾ പറഞ്ഞ റിയാക്ഷൻ ക്യാരിഡ് ഔട്ടിനെ ഓപ്പൺ കണ്ടെയ്നേഴ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ റിയാക്ഷൻ ക്യാരിഡ് ഔട്ടിനെ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ് ആയിരിക്കും. റിയാക്ഷൻ ക്യാരിഡ് ഔട്ടിനെ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ്. റിയാക്ഷൻ ക്യാരിഡ് ഔട്ടിനെ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? നേരത്തെ നമ്മൾ പറഞ്ഞു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യപ്പെടും. ദേ അറ്റൈൻ ഇക്വിലിബ്രിയം. ഈസ് ഇറ്റ് ക്ലിയർ? അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാ? നമുക്ക് റിവേഴ്സിബിൾ റിയാക്ഷൻസ് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. ഒന്നാമത് ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിൾ H2 + I2 gives 2HI. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതായത് H2ഉം I2ഉം കൂടി ചേർന്ന് HI ഉണ്ടാകുന്നുണ്ട്. HI ഡിക്കമ്പോസ് ചെയ്ത് എന്തുണ്ടാവുന്നുണ്ട്? H2ഉം I2ഉം ഉണ്ടാവും. വേറെ എക്സാമ്പിൾ കാണിക്കാം. ദാറ്റ് ഈസ് N2 + 3H2 gives 2NH
NH3, അതായത് N2 ഉം H2 കൂടി ചേർന്ന് NH3 ഉണ്ടാകുന്നുണ്ട്. NH3 ഡിക്കമ്പോസ് ചെയ്ത് എന്തുണ്ടാവുന്നുണ്ട്? N2 ഉം H2 ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു? എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു? ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ നടക്കുള്ളൂ. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ഷൻ രണ്ട് ഡയറക്ഷനിൽ നടക്കും. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഓപ്പൺ കണ്ടെയ്നർ ആണ്, റിവേഴ്സിബിൾ ആണെങ്കിൽ അത് ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ അവിടെ ഇക്വിലിബ്രിയം ഇല്ല, ഇവിടെയാണെങ്കിൽ ഇക്വിലിബ്രിയം ഉണ്ട്. രണ്ട് സ്ഥലത്ത് എന്ത് പറഞ്ഞു? എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പോൾ സെക്ഷൻ നമ്പർ 1 ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള എന്ത് കഴിഞ്ഞു മക്കളെ? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ദാറ്റ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഹോമോജീനിയസ് റിയാക്ഷൻ ആണ് പറയുന്നത്. ആദ്യം ഞാൻ ഹോമോജീനിയസ് റിയാക്ഷൻ പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പറയും? ഹെറ്ററോജീനിയസ് റിയാക്ഷൻ പറയും. ആദ്യം നമ്മൾ എന്ത് പറയും? ഹോമോജീനിയസ് റിയാക്ഷൻ പറയും, പിന്നെ നമ്മൾ എന്ത് പറയും? ഹെറ്ററോജീനിയസ് റിയാക്ഷൻ പറയും. എന്താണ് മക്കളെ ഹോമോജീനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഹോമോജീനിയസ് റിയാക്ഷൻ? ഹോമോജീനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് ഉണ്ടാവും, റിയാക്റ്റൻ്റ് റിയാക്ഷൻ നടന്നാൽ എന്തുണ്ടാവും? പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഒരേ ഫേസിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് റിയാക്ഷൻ എന്ന് പറയാം. വാട്ട് ഈസ് ഹോമോജീനിയസ് റിയാക്ഷൻ? എ റിയാക്ഷൻ, എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇൻ വിച്ച് റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റ് ആർ ഇൻ എ സെയിം ഫേസ് ഈസ് കോൾഡ് homogeneous reaction. What is homogeneous reaction? It is a reversible reaction in which reactant and product are in the same phase. Is it clear? It is a reversible reaction in which reactant and product are in the same phase. Reactant and product are in the same phase. Reactant and product are in the same phase എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് സോളിഡ് ആണെങ്കിൽ പ്രൊഡക്റ്റും സോളിഡ് ആവും, റിയാക്റ്റൻ്റ് ഗ്യാസ് ആണെങ്കിൽ പ്രൊഡക്റ്റുകളും ഗ്യാസ് ആവും. അപ്പോൾ രണ്ടാൾക്കാരും ഒരേ ഫേസിലാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ഹോമോജീനിയസ്. മെയിൻ പോയിന്റ് സെയിം ഫേസ് എന്നുള്ളതാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്കിതിന് എക്സാമ്പിൾസ് പറയാം. ഞാനിതിൽ 3 എക്സാമ്പിൾസ് കാണിക്കും. 3 എക്സാമ്പിൾസും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ടായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്. നേരത്തെ ഞാൻ റിവേഴ്സിബിൾ റിയാക്ഷൻ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ്. റിയാക്റ്റൻ്റ് ഏത് ഫേസിലാണ്? ഗ്യാസ് ഫേസിലാണ്. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ് 2NH3 ഗ്യാസ്. ശരിയല്ലേ? റിയാക്റ്റൻ്റ് ഏത് ഫേസിലാണ് മക്കളെ? ഗ്യാസ് ഫേസിലാണ്. പ്രൊഡക്റ്റ് ഏത് ഫേസിലാണ്? ഗ്യാസ് ഫേസിലാണ്. രണ്ടാൾക്കാർ ഏത് ഫേസിലായി? സെയിം ഫേസിലായി. അപ്പോൾ അതിനെ ഏതെന്ന് വിളിക്കാം? ഹോമോജീനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഞാൻ രണ്ടാമതൊരു എക്സാമ്പിൾ കാണിക്കാം. നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ. ദാറ്റ് ഈസ് H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് gives 2HI ഗ്യാസ്. റിയാക്റ്റൻറ്റും ഗ്യാസാണ്, പ്രൊഡക്റ്റും ഗ്യാസാണ്. ഇവ രണ്ടും എല്ലാം ഗ്യാസ് തന്നെ ആവണമെന്നില്ല കേട്ടോ. റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും സെയിം ഈ സോളിഡായി വരികയാണെങ്കിൽ അത് ഹോമോജീനിയസ് തന്നെയാണ്. ഓക്കെ, വേറെ ഒന്നും കൂടി കാണിക്കാം. ദാറ്റ് ഈസ് PCl5. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ചാപ്റ്ററിൽ നമ്മൾ ത്രൂ ഔട്ടായിട്ട് പറയുന്ന 3 എക്സാമ്പിളുകളാണിത്. ഒന്ന് PCl5 gives PCl3 ഗ്യാസ് പ്ലസ് Cl2 ഗ്യാസ്. ഈസ് ഇറ്റ് ക്ലിയർ? അതായത് റിയാക്റ്റൻറ്റും ഗ്യാസാണ്, പ്രൊഡക്റ്റും ഏതാണ്? ഗ്യാസാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോമോജീനിയസ് റിയാക്ഷൻ. വാട്ട് ഈസ് ഹോമോജീനിയസ് റിയാക്ഷൻ? ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇൻ വിച്ച് റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റ് ആർ ഇൻ ദ സെയിം ഫേസ് ഈസ് കോൾഡ് homogeneous reaction. What is homogeneous reaction? It is a reversible reaction in which reactant and product are in the same phase. 3 example. N2 plus 3H2 gives 2NH3, H2 plus I2 gives 2HI and PCl5 gives PCl3 plus Cl2. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താ മക്കളെ? ഹെട്രോജീനിയസ് റിയാക്ഷൻ ആവും. അപ്പോൾ ഹെട്രോജീനിയസ് ആണെങ്കിലോ റിയാക്റ്റന്റും പ്രൊഡക്റ്റും വ്യത്യസ്ത ഫേസിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ. അപ്പോൾ റിയാക്റ്റന്റും പ്രൊഡക്റ്റും വ്യത്യസ്ത ഫേസിലാണെങ്കിൽ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും പറയാം, വ്യത്യസ്ത ഫേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നിലധികം ഫേസ് ഇല്ലേ? അപ്പോൾ ഒന്നിലധികം ഫേസ് പ്രസന്റ് ആണെങ്കിൽ അതിനെയും ഹെട്രോജീനിയസ് റിയാക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം?
എന്ത് പറയാം, അതായത് റിയാക്ടൻ പ്രൊഡക്റ്റും വ്യത്യസ്ത ഫേസിലാണ് പറയാം. രണ്ട് തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും അതെന്ത് തന്നെയാണ്, അത് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ ആണ്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ എല്ലാവരും അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. ദാറ്റ് ഈസ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ. വാട്ട് ഈസ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ? ഹെറ്ററോജീനിയസ് reaction. Heterogeneous reaction. What is heterogeneous reaction? That is reactant and product are in the different phase is called heterogeneous reaction. Reactant and product are in the different phase. Reactant and product are in the different phase is called heterogeneous reactant and product are in the different phase. അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം ഡിഫറൻറ്റ് ഫേസ് ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നിലധികം ഫേസ് ഇല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കുക റിയാക്ഷൻ ഇൻ വിച്ച് മോർ ദാൻ വൺ ഫേസ് ഈസ് പ്രസന്റ് എന്ന് പറയാം. റിയാക്ഷൻ ഇൻ വിച്ച് മോർ ദാൻ വൺ ഫേസ് ഈസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്. അതായത് ഡിഫറൻറ്റ് ഫേസിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം മോർ ദാൻ വൺ ഫേസ് പ്രസൻ്റ് ആണ് എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനടുത്ത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ദാറ്റ് ഈസ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ എക്സാമ്പിളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാൽഷ്യം കാർബണേറ്റ് CaCO3. കാൽഷ്യം കാർബണേറ്റിന് ഡിക്കമ്പോസിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുക കാൽഷ്യം ഓക്സൈഡ് സോളിഡും കിട്ടും, കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും കിട്ടും. ഇവിടെ റിയാക്ടൻ്റ് സോളിഡാണ്, പ്രൊഡക്റ്റ് സോളിഡും ഉണ്ട് ഗ്യാസും ഉണ്ട്. അപ്പോൾ ഒന്നിലധികം ഫേസ് പ്രസൻ്റ് ആയില്ലേ, സോളിഡും ഗ്യാസും വന്നു. അല്ലെങ്കിൽ റിയാക്ടൻ്റ് പ്രൊഡക്റ്റും വ്യത്യസ്ത ഫേസിലായില്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹെറ്ററോജീനിയസ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു, എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു, എന്താണ് ഹോമോജീനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു, എന്താണ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ടേമിലേക്ക് പോവാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഏത് പഠിച്ചു? ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ പഠിച്ചു, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ പഠിച്ചു. ഇനി മൂന്നാമത്തേതായിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും മൂന്നാമത്തെ ടേം എഴുതിക്കൊള്ളാം. മൂന്നാമത്തെ ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. കൺസിഡർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഞാനൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. ഞാൻ എടുക്കുന്ന റിയാക്ഷൻ ദാറ്റ് ഈസ് H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് gives 2HI ഗ്യാസ്. ഓപ്പൺ മക്കളെ. അതായത് ഞാനൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്തു. H2 + I2 gives 2HI. ഇവിടെ H2 I2 റിയാക്റ്റൻ്റ് ആണ്, HI ആരാണ് മക്കളെ? പ്രൊഡക്റ്റാണ്. H2 I2 റിയാക്റ്റൻ്റ് ആണ്, HI ആരാണ്? പ്രൊഡക്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം മലയാളത്തിൽ പറയാം, എന്നിട്ട് നമുക്ക് അതിന് ഇംഗ്ലീഷിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഞാനൊരു റിയാക്ഷൻ H2 + I2 gives 2HI എടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് H2ഉം I2ഉം ഉണ്ടാവും, പക്ഷേ HI ഉണ്ടാവുമോ? ഉണ്ടാവില്ല. റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല. റിയാക്ഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് H2ഉം I2ഉം ഉണ്ട്, ആ സമയത്ത് ആരില്ല? HI ഇല്ല. അപ്പോൾ എനിക്കിങ്ങനെ പറയാം, ഇനീഷ്യലി the concentration of the reactant H2 and I2 are greater. ശരിയല്ലേ? ആ സമയത്ത് ആരില്ല? HI ഇല്ല. പക്ഷേ ഈ H2ഉം I2ഉം തമ്മിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറാൻ തുടങ്ങും? പ്രൊഡക്റ്റായിട്ട് മാറാൻ തുടങ്ങും. ശരിയല്ലേ? ഈ H2ഉം I2ഉം തമ്മിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവ എന്തായിട്ട് മാറാൻ തുടങ്ങും? HI ആയിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെ HI ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത്? ഫോർവേഡ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാം H2ഉം I2ഉം തമ്മിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ റിയാക്ഷൻ അത് HI ആയിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ ഏത് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും? ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും. അങ്ങനെ പറയാം, ഇനീഷ്യലി concentration of the reactant H2 and I2 are greater, hence the rate of forward reaction is greater than backward reaction. Is it clear? Yes. അങ്ങനെ H2ഉം I2ഉം കൂടിച്ചേർന്ന് HI ആയിട്ട് മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മാറുന്നതിനനുസരിച്ചിട്ട് HIയുടെ അളവ് എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. ഈ H2വിൻ്റെയും I2വിൻ്റെയും അളവ് എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. ശരിയല്ലേ? ആണ്.
അങ്ങനെ കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇയാളുടെ അളവ് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ തിരിച്ച് ഈ ബാക്ക്വാർഡ് റിയാക്ഷൻ്റെ റേറ്റ് ഫോർവേഡ് ഡയറക്ഷനേക്കാളും കൂടുതലാകാൻ തുടങ്ങും. ശരിയാണോ? ആണ്. അങ്ങനെ പറയാം, ഇനീഷ്യലി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് H2 and I2 are greater, hence the velocity of rate of forward reaction greater than rate of backward reaction. As the reaction progress, concentration of the reactants decreases and the concentration of HI increases, hence the rate of backward reaction greater than rate of forward reaction. അങ്ങനെ ഏതോ ഒരു സമയത്തെത്തുന്ന സമയത്ത് ഏതോ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫോർവേഡ് റിയാക്ഷനും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബാക്ക്വേർഡ് റിയാക്ഷനും തമ്മിൽ എന്താവാൻ തുടങ്ങും? ഈക്വൽ ആകാൻ തുടങ്ങും. അങ്ങനെ ഈക്വൽ ആകുന്ന ആ സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം സംഭവിക്കുന്ന സമയത്ത് ഒരു റിയാക്ഷൻ്റെ ഫോർവേഡിൻ്റെ റേറ്റും ബാക്ക്വേർഡിൻ്റെ റേറ്റും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. ഈസ് ഇറ്റ് ക്ലിയർ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ പറയാം, ഇനീഷ്യലി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് H2 and I2 are greater, hence the rate of forward reaction greater than rate of backward reaction. As the reaction progress, concentration of the reactant H2 and I2 decreases, concentration of HI increases, hence the rate of backward reaction greater than rate of forward reaction. Ultimately a stage come, rate of forward reaction become equal to rate of backward reaction. That state of a system we call it the as state of chemical equilibrium. Are you okay? Yes. അപ്പോൾ നമുക്കത് വേണം ഇവിടെ എഴുതാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതാൻ വേണ്ടി പോകുന്നത്. എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് ചോദിക്കുന്നില്ല, പക്ഷേ നമ്മുടെ സെക്ഷൻ്റെ പേര് കെമിക്കൽ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് നമ്മളത് എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇങ്ങനെ പറയാം, initially concentration of reactant H2 and I2 are greater. Initially concentration of the reactant H2 and I2 are greater, hence rate of forward reaction is greater than rate of backward reaction. Initially concentration of the reactant H2 and I2 are greater, hence rate of forward reaction is greater than rate of backward reaction. As the reaction progress, concentration of reactants H2 and I2 decreases, concentration of reactant H2 and I2 decreases, and concentration of HI increases, hence rate of backward reaction greater than forward reaction. Is it clear? Ultimately a stage comes, the rate of forward reaction become equal to rate of backward reaction. That state of system is called state of chemical equilibrium. That state of a system is called state of chemical equilibrium. Clear ആയിട്ടുണ്ടാവും എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി പറയാം.
ഞാനൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്തു. H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് ഗീവ്സ് ടു HI ഗ്യാസ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ എടുത്തു. റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഇനീഷ്യലി H2ൻ്റെയും I2ൻ്റെയും കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, HI ഉണ്ടാവില്ല. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ബാക്ക്വേർഡിനേക്കാളും കൂടുതലാവും. റിയാക്ഷൻ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ H2ഉം I2ൻ്റെ അളവ് കുറയാൻ തുടങ്ങും, HIൻ്റെ അളവ് കൂടാൻ തുടങ്ങും. അപ്പോൾ ബാക്ക്വേർഡിൻ്റെ റേറ്റ് ഫോർവേഡിനേക്കാളും കൂടുതലാവും. ഏതോ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും റേറ്റ് ഈക്വൽ ആകും. ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് നമ്മൾ പറയുക. ഈസ് ഇറ്റ് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കാണിച്ചു വെക്കാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു സിസ്റ്റത്തിനകത്ത് ഇക്വിലിബ്രിയം സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്തിന് ഈക്വൽ ആകുമ്പോഴാണ് മക്കളെ? ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റിന് ഈക്വൽ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ സിസ്റ്റത്തിന് എന്ത് സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, at equilibrium rate of forward reaction നമുക്ക് വേണമെങ്കിൽ RF എന്ന് കാണിക്കാം. റേറ്റ് എന്നുള്ളതിന് R, ഫോർവേഡ് റിയാക്ഷൻ F. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ become equal to റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റിന് നമ്മൾ RB എന്നാണ് പറയുക. എന്താ പറയുക? RB എന്നാണ് പറയുക. ഇസ് ഇറ്റ് ക്ലിയർ? പിടികിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആകുമ്പോഴാണ് ആ സ്റ്റേറ്റ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമുക്ക് കാണിക്കണമെങ്കിൽ ഞാൻ റേറ്റും ടൈമും തമ്മിൽ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഇങ്ങനെ കുറയുകയാണ് ചെയ്യുക, ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് ഇങ്ങനെ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അത് രണ്ടും കൂടി ഈക്വൽ ആകുന്ന ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇക്വിലിബ്രിയം. ദിസ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ദിസ് ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് പറയുക. ഓക്കെ.